ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേര് ഐസാണ്. അപ്പോൾ അതൊരു ഹൊറർ ഗെയിമാണ്. അതുകൊണ്ട് പേടിയുള്ളവരൊന്നും ഈ വീഡിയോ കാണണ്ട. ഞാനധികം മൈൻക്രാഫ്റ്റാണ് കളിക്കല്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ കളിക്കുന്ന മുന്നേ ആയിട്ട് നമുക്ക് നോർമൽ, ഈസി, ഹാർഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്നത് നോർമലിലുള്ള ഒരു ഗുമ്മുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും കളിക്കാം. അപ്പോൾ നമ്മൾ ടാസ്ക് വരുന്നത് നമ്മൾ 20 മറ്റേ ബാഗ് കണ്ടെത്തണം. അപ്പോൾ ബാഗ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും നമുക്ക് ആവശ്യത്തിന് ബാഗ് കിട്ടും. ഒന്ന് കിട്ടി, ഇതിൻ്റെ ഉള്ളിലും ഒന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ 2 ബാഗ് കിട്ടി. ഇതേമാതിരിക്ക് നമ്മളൊരു 20 കണ്ടെത്തണം. ഇതാണ് ഈ ഗെയിമിൻ്റെ ടാസ്ക്. അപ്പോൾ അതിൽ നമ്മൾ പിടിക്കാനായിട്ട് വരിക ഒരു ഗോസ്റ്റാണ്. ആ ഗോസ്റ്റ് ഇപ്പോൾ നമുക്കൊരു കണ്ണ് കിട്ടിയില്ലേ, ഈ കണ്ണ് വെച്ചിട്ട് ആ ഗോസ്റ്റിന് നമുക്ക് എവിടെ ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഗോസ്റ്റ് കാണുന്നതാണ് നമ്മൾ കാണുന്നത്. ഗോസ്റ്റ് ഇപ്പോൾ ഏതൊരു സ്ഥലത്തുണ്ട്. അപ്പോൾ ഈ ഗോസ്റ്റിന് തല മാത്രമേ ഉള്ളൂ. തല മാത്രം വച്ചിട്ടാണ് നമ്മളെ പിടിക്കാൻ വരിക. ഇപ്പോൾ 2 പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഗോസ്റ്റിനെ കാണാം. ഇതാണ് ആ ഗോസ്റ്റ്. നമുക്കിവിടെ മണ്ടാള ഓപ്ഷനൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും വണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയിരുന്നു. നമ്മളിനി പിടിക്കാൻ വരുമോയെന്ന് അറിയില്ല. നമുക്കൊന്ന് എവിടെയുള്ളത് നോക്കാം. ഗോസ്റ്റ് അപ്പോൾ മേലേക്കാണ് പോയത്. അപ്പോൾ നമുക്കെന്തായാലും അടിയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ആയിട്ട് ഇവിടെയും കുറച്ച് റൂമൊക്കെ ഉണ്ട്. ഇവിടെയും കുറച്ച് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. നമുക്ക് വീണ്ടും 2 കിട്ടി. ഇപ്പോൾ വീണ്ടും ഒരു കണ്ണ് കിട്ടിയെന്ന് ഇവിടുന്ന്. പുറത്ത് റൂമുണ്ട്. ഈ റൂമൊന്ന് പോയേക്കോ. ഇവിടെ ഒരു കണ്ണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ റൂമിലൊന്നുമില്ല. നമ്മളെല്ലായിടത്തും നോക്കണം. നമുക്ക് ഇവിടുന്ന് എന്തോ ഒരു ബ്ലേഡ് കിട്ടി. മറ്റേ മരം മുറിക്കുന്ന സാധനമാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അല്ലാതെ വീണ്ടും ആ പ്രേതം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒളിച്ചു. ഇനി ആ പ്രേതം നമുക്ക് എങ്ങോട്ടാ പോകണം നോക്കാം. മേലേക്ക് അല്ലെങ്കിൽ താഴത്തേക്കാണ് പോകുന്നുണ്ടാവുക. നമുക്കൊന്നും കൂടി നോക്കാം. പ്രേതം ഇപ്പോൾ മേലേക്കാണ് പോയത്. അപ്പം നമുക്കെന്തായാലും താഴത്തേക്ക് പോവാം. ഇവിടെയും ഒരു റൂമുണ്ട്. ഈ റൂം നമുക്കൊന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഈ റൂമിന്ന് പ്രത്യേകിച്ചൊരു ഈ ടി വി എന്തെങ്ങനെ നമ്മളൊക്കെ ഇപ്പോൾ കണ്ണില്ലാത്തത് കൊണ്ട് അതൊന്നൊരു ചാക്ക് കിട്ടിട്ടോ. കണ്ണില്ലാത്തത് കൊണ്ട് നമുക്ക് എവിടെയെന്ന് അറിയില്ല പ്രേതം. ഇതിൽ ഒരു വട്ടം നമ്മൾ ഡെഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിക്കാൻ പറ്റൂല. അതാണ് വേറെ പ്രശ്നം. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഡെഡായിരുന്നു. അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് കളിക്കാം. അപ്പം നമുക്ക് കിട്ടുന്ന ഐസൊക്കെ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റൂല. ആവശ്യമുള്ള നേരത്ത് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെന്തായാലും മനസ്സിലായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ഈ റൂമിൽ തന്നെ എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാം. എന്തൊക്കെ കിട്ടി. അപ്പം നമുക്ക് വീണ്ടും പ്രേതം വരുന്നുണ്ട്. റൂമിൻ്റെ ഉള്ളിലേക്ക് പ്രേതം കയറൂല എന്നാണ് തോന്നണത്. നമ്മൾ അടിയിക്കാൻ കേട്ടോ ഇനി പോണ്. നമുക്ക് വീണ്ടും ഒരു കണ്ണ് കിട്ടി. പൈസ അവിടെ പ്രേതമുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇനി മേലേക്ക് പോവാം. പ്രേതം എന്തായാലും അടിയിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത്? ഇവിടെ ഒന്നുമില്ല. നമുക്ക് വീണ്ടും ഇവിടെ നിന്നൊരു കണ്ണ് കിട്ടി. അപ്പോൾ നമ്മൾ 8 ബാഗ് കണ്ടെത്തി. പിന്നെ എന്തൊരു കോഡ് കിട്ടിട്ടോ. ഒരു കോഡ് കിട്ടിയെന്നു. വീണ്ടും ഒരു കോഡ് കിട്ടി. ഒന്ന് എന്തായിട്ട് എഴുതി കാണിക്കുക ചെയ്തെന്ന്. അപ്പം നമുക്കെന്തായാലും ഇങ്ങോട്ടൊന്ന് പോയേക്കാം. ഇവിടെ എന്തോ പസിലെന്തായിട്ടുണ്ട്. നമ്മൾ പസിലെന്തോ കറക്റ്റാക്കണം. ഇതിപ്പോൾ നമുക്ക് അറിയില്ല അത് എന്താ ചെയ്യേണ്ടത് തോന്നുന്നു. അപ്പം നമുക്ക് മാക്സിമം ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്തിട്ട് കുറച്ച് ബാഗൊക്കെ ഇങ്ങനെ ഒപ്പിക്കാൻ നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ 12 ബാഗ് ഒപ്പിച്ചെന്നു. ഇനി നമുക്ക് ഫുള്ള് ഏകദേശം നമ്മൾ സെർച്ച് ചെയ്തു. ഇനി കുറച്ച് സ്ഥലം കൂടി സെർച്ച് ചെയ്താൽ മതി. 2 ഡോറുണ്ട്. നമുക്ക് എയ്ക്ക് പോവും. ഫസ്റ്റ് ഇതിക്ക് പോവാം. മേലേക്ക് വീണ്ടും ഒരു സ്റ്റെപ്പ്. ഇവിടെ നമുക്ക് ചാക്കും കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഇവിടെ എന്തൊരു ബുക്ക് ഉണ്ട് കേട്ടോ. എന്തൊക്കെ അറിയില്ല. നമുക്കെന്തായാലും അപ്പുറത്തെ ഡോറിക്കൊന്ന് പോയി നോക്കാം.
പുറത്ത് നല്ല സ്ഥലം. അവിടെ ഡോറുണ്ട്. നമുക്കൊരു മരം മുറിക്കുന്ന സാധനം കിട്ടിയില്ല. ആ സാധനം വച്ചിട്ട് നമുക്കിതാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തുന്നു. അടിയിലൊരു പസിൽ നമുക്ക് സോൾവ് ആക്കല്ലേ. പിന്നെ അത് വലുതാണോ നോക്കട്ടെ. ഫസ്റ്റ് ഇങ്ങനൊരു ചിത്രം, പിന്നെ ചെറുത്, പിന്നെ വേറൊരു അമ്മച്ചിയുടെ ഫോട്ടോ, പിന്നെ ഒരു അപ്പാപ്പൻ്റെ ഫോട്ടോ. അങ്ങനെ എന്തൊക്കെയാണ്. എന്തായാലും നമ്മൾ വേറെ അങ്ങോട്ട് പോയി. ഇത് നമ്മൾ അടിയത്തെ റൂമല്ലേ. നമ്മളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? പ്രേതം അവിടെ ഉള്ളു. പ്രേതം ഇപ്പോൾ നമ്മളെ മേലത്തെ റൂമിലാണ് ഉള്ളത്. നമുക്ക് എന്തായാലും ഇനി അടിയിലേക്ക് പോവാം. ഫുള്ള് സെർച്ച് ചെയ്യുക പ്രേതം ഇങ്ങോട്ട് വരുന്ന മുന്നേ. ഇവിടെ എന്താ എലിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് 18 കിട്ടി ഗൈസ്. നമുക്ക് 2 കൂടി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒപ്പിച്ചാൽ മതി. നമുക്ക് എസ്കേപ്പ് ആവാം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് എന്തോ ചാക്കുണ്ട്. പക്ഷെ ഇത് ലോക്കാന്നോ പറയുന്നത്. എന്തോ ഒരു കീ കണ്ടെത്തണം. വീണ്ടും ഒരു ചാക്ക് കിട്ടി. നമുക്കിനി എസ്കേപ്പ് ആവാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവാം. ഇപ്പോൾ പ്രേതം എവിടെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രേതം മേലെയാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് മേലേക്ക് പോവാം. പ്രേതം അടിയിലേക്ക് വരുന്നുണ്ടോ? പ്രേതം അടിയിലേക്ക് വരുന്നില്ല എന്നാണ് തോന്നുന്നത്. നമുക്കെന്തായാലും വേഗം എസ്കേപ്പ് ആവാം. ഗൈസ് അപ്പോൾ നമ്മൾ ഫൈനലി അങ്ങനെ എസ്കേപ്പ് ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.